രത്നമ്മ 76 വയസ്സുള്ള പൊന്നാര അമ്മയാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഉച്ചയൂണ് കഴിക്കാൻ എത്തിയിരിക്കുന്നത് ഈ അമ്മയുടെ അടുത്താണ് കേട്ടോ. വീട്ടിലൂണ്, ശരിക്കും വീട്ടിലൂണ് തന്നെയാണ് നമ്മൾ കഴിക്കുമ്പോൾ ഇവിടെ വരുമ്പോഴും ഒക്കെ മനസ്സിലാവും. അപ്പൊ ഈ അമ്മയുടെ ഊണ് കഴിക്കാനായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ഒരുപാട് വയ്യാഴികളുണ്ട്. കാരണം ഞങ്ങൾ വന്നപ്പോ കുറച്ച് തിരക്കായിരുന്നു. അപ്പം അമ്മ ഈ കാലൊക്കെ അമ്മയ്ക്ക് ശരിക്കും വയ്യ, ഒരുപാട് നേരം നിർത്തി സംസാരിക്കാനും വയ്യ. ഈ വയ്യാത്ത അമ്മയാണ് ചോറും കറികളും എല്ലാം എടുത്തോണ്ട് തന്നെയാണ് അമ്മ എല്ലാം ചെയ്യുന്നത്. അമ്മ എത്ര വർഷം അമ്മ തുടങ്ങിയിട്ട്? 3.5 വർഷം കഴിഞ്ഞു. അമ്മ ഒറ്റയ്ക്കാണോ എല്ലാം ചെയ്യുന്നത്? എല്ലാം ഒറ്റയ്ക്ക്. ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊന്നും വയ്ക്കുന്നതൊന്നും ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അവരെയൊക്കെ എല്ലാം അമ്മ തന്നെ. കാപ്പിയും ഉണ്ടല്ലേ രാവിലെ? രാവിലെ കാപ്പിയുണ്ട്, വൈകുന്നേരം ഉണ്ടായിരുന്നു. സമയമില്ലാത്തതുകൊണ്ടാണ് മാറ്റിയത്. അമ്മ തന്നെയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ മീൻ കറി കണ്ടപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് രാവിലത്തെ കാപ്പിയും ഉണ്ട് ഇവിടെ. 76 വയസ്സിന് കൂടുതലായി അമ്മയ്ക്ക്. അമ്മയുടെ അവിയല്, സാമ്പാറും ഉണ്ട്, പരിപ്പും ഉണ്ട്. ആദ്യം സാമ്പാർ വെച്ച് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ആദ്യം കുറച്ച് സാമ്പാർ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഒഴിച്ചു കൂട്ടാനുണ്ട് കേട്ടോ. അതാ പരിപ്പ് കറി ഉള്ളിടത്ത് പരിപ്പ് കറി ഉണ്ട്, പിന്നെ പുളിശ്ശേരി, പച്ചടി ഉണ്ട്. കുറച്ച് പച്ചടിയാണ് കേട്ടോ. പിന്നെ തോരനുണ്ട്. മീൻകറി ഇവിടെ തന്നെ ഉണ്ട്. നല്ല കഷ്ണമൊക്കെ ഉള്ള മീൻകറിയാണ് കേട്ടോ. ഇവിടെ തന്നെ വെക്കാം. നമ്മൾ കഴിച്ചിട്ടല്ല, കഴിക്കുന്നതിനിടയ്ക്ക് തന്നെ ടേസ്റ്റ് ചെയ്യാം. കുറച്ച് തിരക്ക് കഴിഞ്ഞപ്പോ ഞാനും എന്തായാലും തനിയെ വിളമ്പി കഴിക്കാനായിട്ടിരുന്നു. അമ്മ ഇപ്പോഴും പാഴ്സൽ പൊതിയുന്നതൊക്കെ തിരക്കിലാണ് കേട്ടോ. എന്തായാലും നമുക്കും അമ്മയുടെ രുചി ഒന്ന് നോക്കാം അല്ലെ. രുചി ഒന്നും തന്നെ മോശമായിരിക്കില്ല. കാണുമ്പോൾ തന്നെ ഞാൻ വെളിയിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല മീൻ ഫ്രൈ ചെയ്യുന്ന സ്മെല്ലും സാമ്പാറിന്റെ സ്മെല്ലും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും കഴിച്ചു നോക്കാം. ആദ്യം ഞാൻ സാമ്പാറാണ് വെച്ചേക്കുന്നത്. എന്ത് രുചിയാണെന്നറിയോ സാമ്പാറ്. ഇത്ര രുചിയുള്ള സാമ്പാർ ഒരുപാട് നാൾ കൂടിയാ കഴിക്കുന്നത് കേട്ടോ. അമ്മ തന്നെ ഉണ്ടെന്നറിയാം. അപ്പൊ അമ്മ പയ്യെ എടുത്തുണ്ടെന്നാലും ഒരു ധൃതി ഉള്ളതായിട്ട് ചേട്ടന്മാര് വെയിറ്റ് ചെയ്യുക ഇവിടെ. തോരൻ, അമ്മയുടെ അവിയല് നമ്മുടെയൊക്കെ വീട്ടിൽ കാണുന്ന പോലത്തെ അതേ കളർ അവിയലിന്. മായങ്ങളൊന്നും ഇല്ലാത്ത ഊണ് കിട്ടാനായിട്ടാണ് ഇതുപോലുള്ള കുഞ്ഞു സ്ഥലങ്ങൾ അമ്മയെ പോലുള്ളവരുടെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെ വരുന്നവരെല്ലാവരും അത് തന്നെ പറഞ്ഞത്. ഞങ്ങൾ സ്ഥിരം ഇവിടെ വന്നാണ് കഴിക്കാറ്. അമ്മയുടെ ഊണ് അടിപൊളിയാണ്. വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ കഴിക്കാൻ തോന്നുന്നോണ്ടാണ് ഇവരെ വരുന്നതെന്നാണ് പറഞ്ഞത്. നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാർക്കൊക്കെ എന്താ കൈപ്പുണ്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ. അത് പറഞ്ഞാൽ നമുക്ക് എത്രയാണെങ്കിലും ഫീൽ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അമ്മയുടെ മാങ്ങാച്ചാറ് കുറെ നേരമായിട്ടോ ഞാനിങ്ങനെ കൊതി വെച്ചിരിക്കുകയാണ്. അമ്മയുടെ മാങ്ങാച്ചാറ് ഇത്രയും പ്രായത്തിൽ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഒരിക്കലും മോശമായിരിക്കത്തില്ലല്ലോ. എല്ലാത്തിനും നല്ല രുചിയുണ്ട്. എല്ലാം എനിക്ക് ഇഷ്ടമായിട്ടാണ്. മീൻ വറുത്തതുണ്ട്, അയല ഫ്രൈ ആണ്. അമ്മയെ കാണാൻ വന്ന ഒരു നഷ്ടമായില്ല. അമ്മയെ കണ്ട് ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി. അമ്മ എപ്പോഴും ജോലിയാ. രാവിലെ 4 മണിക്ക്, വെളുപ്പിന് 4 മണിക്ക് തുടങ്ങുന്ന ജോലി. അമ്മയ്ക്ക് ഇവിടെ കാപ്പി ഉണ്ടാക്കണം, അതിനുശേഷം ഊണുണ്ടാക്കണം. പിന്നെ ചില ദിവസങ്ങളിൽ അമ്മയ്ക്ക് ശാരീരികമായിട്ട് വയ്യ, അതുകൊണ്ട് എന്നും ഉണ്ടാക്കാറില്ല. ചില ദിവസങ്ങളിൽ അമ്മ കപ്പയും ചിക്കൻ തോരനൊക്കെ വെളിയിൽ ചെറിയ ബോർഡുണ്ട്, അപ്പൊ അതിൽ ഞങ്ങൾ കണ്ടു. അപ്പൊ അമ്മ പറഞ്ഞു, വയ്യ മോളെ, എന്നാലും ഇടയ്ക്ക് കപ്പ നല്ല മരിച്ചിന് കിട്ടുമ്പോൾ മാത്രം കപ്പയും ചിക്കൻ തോരനും ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഒരു ദിവസം അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് വരണം. കാരണം ഇത്രയും ദൂരം വന്ന് പറഞ്ഞാൽ ഒരു നഷ്ടമല്ല. കാരണം ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ എത്ര ദൂരം വേണം പോകുന്നത്, അതും ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കണ ചോറാണ് സദ്യ, അടിപൊളി സദ്യ.
ഇവിടെ മലയങ്കരി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് കഴിക്കുള്ളൂ. വെളുപ്പിന് 4 മണിക്ക് എണ്ണീക്കും അമ്മ, അല്ലേ അമ്മ? വെളുപ്പിന് 4 മണിക്ക് എണ്ണീറ്റ് അമ്മ ജോലി തുടങ്ങുന്നതാണ്. അത് ഇത്രയും ശാരീരിക അവസ്ഥയിൽ അത്രയും വയ്യാഴികയിലാണ് വെളുപ്പിന് 4 മണിക്ക് ജോലി തുടങ്ങുന്നത്, അല്ലേ അമ്മ? ഒരുപാട് നേരം നിർത്തുന്നില്ല അമ്മയ്ക്ക്, ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല, കുനിഞ്ഞിട്ടാണ് അമ്മ നടക്കുന്നത് തന്നെ. അപ്പൊ നിങ്ങൾക്കും ഈ അമ്മയെ പരിചയപ്പെടാൻ തോന്നുന്നുണ്ടെങ്കിൽ അമ്മയുടെ ഈ അടിപൊളി ഊണ് ടേസ്റ്റ് ചെയ്തൊക്കെയുള്ള അവന് കൊതി തോന്നുന്നുണ്ടെങ്കിൽ നേരെ തിരുവനന്തപുരം മലയൻകീഴ് ബ്ലോക്ക് നട ജംഗ്ഷനിൽ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ അമ്മയുടെ ഈ ഹോട്ടൽ കാണാം. ഇടത്തറ ദേവി ഹോട്ടൽ എന്നാണ് അമ്മയുടെ ഈ ഹോട്ടലിന്റെ പേര്. ഇവിടെ തന്നെയാണ് അമ്മ താമസിക്കുന്നത്, അല്ലേ അമ്മേ? അമ്മ താമസിക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയും കാണാം, അമ്മയുടെ ഊണും ടേസ്റ്റ് ചെയ്യാം. ഇതുപോലുള്ള മനോഹരമായ ഫുഡ് സ്പോട്ടുകളുമായി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.